ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തി ജെന്യൂൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ, ഈ ഒരു വ്യക്തിയെ വിശ്വസിക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് പോസിറ്റീവായിട്ടിരിക്കുക. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് വീഡിയോ ആണ്. ഇതിപ്പോൾ കണ്ടാൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തീരുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് കണക്റ്റ് ആവുന്ന കാര്യം മാത്രം എടുത്ത് ബാക്കിയുള്ളതൊക്കെ വിട്ടേക്കാം. അപ്പോൾ നോക്കാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയുടെ പേര് മനസ്സിൽ പറയുക, പോസിറ്റീവായിട്ടിരിക്കുക. പേജ് ഓഫ് പെൻറ്റിക്കിൾസ്, ദി സൺ കാർഡാണ് വന്നിരിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ, നൈറ്റ് ഓഫ് വാൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. എംപ്രസ് ആണ് വന്നിരിക്കുന്നത്. എയ്റ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ടു ഓഫ് വാൺസിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ മാസ്റ്റർ ഡെക്കായിട്ട് വന്നിരിക്കുന്നത് ടു ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന കാര്യം, നമുക്ക് ഇവിടെ വന്നിട്ടുള്ള കാർഡ് തന്നെയാണ്. ടു കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങൾക്കറിയാലോ, അത്രത്തോളം ഈ ഒരു വ്യക്തി ജെന്യൂൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. കാരണം നമുക്ക് മാസ്റ്റർ ഡെക്കായിട്ട് ടു കപ്സും വന്നിട്ടുണ്ട്, സൺ എനർജി വന്നിട്ടുണ്ട്, പേജ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് എംപ്രസ് ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാവുന്നത് നിങ്ങളുടെ വ്യക്തി വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ്, ജെന്യൂൻ ആയിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്. കാരണം ആളുടെ മനസ്സിൽ ഒറ്റൊരാൾക്ക് മാത്രമേ സ്ഥാനമുള്ളൂ, അത് നിങ്ങൾക്ക് മാത്രമാണ്. കാരണം എന്താ പറയുക, അവരുടെ യഥാർത്ഥ പാർട്ട്ണർ എന്ന് പറയുന്നത് നിങ്ങൾ മാത്രമാണ്. അവർക്ക് വേറെ ഒന്നും നിങ്ങളുടെ സ്ഥാനത്ത് മറ്റൊരാളെയും സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ഈ ഒരു കാർഡിൽ തന്നെ മനസ്സിലാവും, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ സ്നേഹം കൈമാറുന്ന, അത്രത്തോളം വിശ്വാസത്തോടു കൂടി പോയിരുന്ന ബന്ധമാണ്, അല്ലെങ്കിൽ അത്രത്തോളം നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോയിരുന്നവരാണെന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഒരിക്കലും നിങ്ങൾക്കായാലും ആ വ്യക്തിക്കായാലും മറ്റൊരാളെ ഈ ഒരു സ്ഥാനത്ത്, അത് നിങ്ങൾക്കായാലും പറ്റില്ല, ഈ ഒരു വ്യക്തിയല്ലാതെ മറ്റൊരാളെ സങ്കല്പിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ആൾക്കും. പേജ് ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജി, അവരെന്നും നിങ്ങളുടെ ആ ഒരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. പക്ഷെ അവർക്ക് തന്നെ ഈ ഒരു വ്യക്തിക്ക് വിശ്വാസമുണ്ട്, ഈ ഒരു ബന്ധം മുന്നോട്ട് നല്ല രീതിയിൽ പോകും എന്നുള്ള ഒരു വിശ്വാസം ഈ ഒരു വ്യക്തിക്കുള്ളതായിട്ട് കാണുന്നുണ്ട്. കൂടാതെ സൺ കാർഡാണ്. തീർച്ചയായിട്ടും ആ വ്യക്തി ജെന്യൂൻ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷമായിരിക്കാം നിങ്ങൾക്ക് ജീവിതത്തിൽ സന്തോഷമായാലും ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിലൂടെ നിങ്ങൾക്ക് അറിയാൻ സാധിച്ചു. ഒരുപാട് മാറ്റങ്ങൾ നിങ്ങൾക്കുണ്ടായി. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ തന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നതിന് ശേഷമായിരിക്കാം. അത്രത്തോളം മാറ്റങ്ങളാണ് ഈ ഒരു വ്യക്തിയിലൂടെ നിങ്ങൾ അനുഭവിക്കുന്നത്. ആ ഒരു സന്തോഷം ഇതുവരെ നിങ്ങൾക്ക് എവിടെ നിന്നും കിട്ടാത്ത അത്രയും സന്തോഷമാണ് ഈ വ്യക്തി നിങ്ങൾക്ക് തരുന്നത്. പിന്നീട് ഇവിടെ കാണാം വീൽ ഓഫ് ഫോർച്യൂണാണ്. നിങ്ങളുടെ സമയമാണത്. അതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതുവരെ നിങ്ങൾ അനുഭവിച്ചതിലും ഏറ്റവും ബെറ്ററായ ഒരു സമയം എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ്. അപ്പോൾ അതിനു മുമ്പൊക്കെ നിങ്ങൾ ഒരുപാട് അനുഭവിച്ചിട്ടുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾ ഒരുപാട് സ്ട്രഗിളിലൂടെ, അല്ലെങ്കിൽ എന്താ പറയുക, മാനസിക സംഘർഷം, ഡിപ്രഷൻ സ്റ്റേജിലൊക്കെ കടന്ന് വരുന്ന ഒരു സമയത്തായിരിക്കാം ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ചില നേരത്തെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ഈ ഒരു വ്യക്തിയെ വിശ്വസിക്കാമോ. പക്ഷേ ഒരുപാട് സ്നേഹവും സന്തോഷമൊക്കെ തന്നത് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ വന്നതിന് ശേഷമായിരിക്കാം. ഇവിടെ കണ്ടോ, കിങ് ഓഫ് പെൻറ്റിക്കിൾസിനാണ്. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവർക്ക് നിങ്ങളാണ് വലുത്. നിങ്ങളോടുള്ള ഒരു സ്നേഹവും സന്തോഷവും ഒരിക്കലും നിങ്ങളിൽ നിന്നും, അല്ലെങ്കിൽ അവരിൽ നിന്നും ഒരിക്കലും വിട്ടുമാറില്ല കേട്ടോ. അവർക്ക് വലുത് നിങ്ങൾ തന്നെയാണെന്നാണ് കാണാൻ. എംപ്രസ് ആണ്. അപ്പോൾ അത്രത്തോളം നിങ്ങളെ കെയർ ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്, അത്രത്തോളം ഡീപ്പായിട്ട് നിങ്ങളെ സ്നേഹിച്ചിരുന്ന ഒരു വ്യക്തി തന്നെയാണ്. നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ട ഒരു സഹായമായാലും എന്തായാലും ഈ ഒരു വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് കാണുന്നത്. പക്ഷെ ഇപ്പോൾ നിലവിൽ ഈ ഒരു വ്യക്തി എന്തോ ഒരു സാഹചര്യത്താൽ നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുണ്ട്, അല്ലെങ്കിൽ സൈലൻ്റായിട്ട് ഇറങ്ങിപ്പോയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് താങ്ങാവുന്നതിലപ്പുറമായിട്ടുണ്ടാവാം. അങ്ങനെ ഒരു സംഭവം ഇവിടെ കാണുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു വിഷമം വരുന്നുണ്ട്.
അതെല്ലാവർക്കും അല്ല, ഒരു 10% പേർക്ക് അങ്ങനെയുണ്ട് കേട്ടോ. മാറി നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്, ഒരു നോ കോണ്ടാക്റ്റിലേക്ക് പോയതായിട്ട് കാണുന്നുണ്ട്, ഒരു ലെസ് കോണ്ടാക്ട് നോ കോണ്ടാക്റ്റ് സിറ്റുവേഷനിലേക്ക് ആയതായിട്ട്. അപ്പോൾ ഇത്രയും നാൾ നിങ്ങളുടെ കൂടെ നിന്നിട്ട് പെട്ടെന്ന് ഈ ഒരു വ്യക്തി മാറിപ്പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഫീല് ഭയങ്കരമായിരിക്കും. അതൊരിക്കലും പറയാൻ പറ്റില്ല, കാരണം അത്രയും വേദന നിങ്ങൾ അനുഭവിക്കുന്നുണ്ടാകാം. പക്ഷേ ആളുടെ മനസ്സിൽ നിങ്ങൾക്കാണ് സ്ഥാനമുള്ളതെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ആൾ ആലോചിക്കുന്നുണ്ട് ഇതിനെന്താണ് ഇനി ചെയ്യേണ്ടത്, നെക്സ്റ്റ് ഇനി എന്താണ് എന്നുള്ളത് നിങ്ങളുടെ വ്യക്തിക്ക് ചിന്തയിലുണ്ട്. അപ്പം നിങ്ങളെ തന്നെയാണ് അവരുടെ മനസ്സിലുള്ളതെന്നാണ് കാണാൻ സാധിക്കുന്നത്. നൈൻ ഓഫ് പെൻറ്റിക്കിൾസിൻ്റെ എനർജിയാണ്. തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി അവരുടെ കരിയറിലൊക്കെ, ഇപ്പോൾ കുറച്ച് പേർക്ക് അങ്ങനെ കാണുന്നുണ്ട്, കരിയറിലൊക്കെ അവർ ഫോക്കസ് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം അവർക്ക് നിങ്ങളെയും വേണം, ആ ഒരു കരിയർ സംബന്ധമായ കാര്യത്തിലേക്ക്, ഫിനാൻസ് സംബന്ധമായ കാര്യത്തിലേക്ക് ഫോക്കസ് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ടെമ്പറൻസ് ആണ്. അപ്പോൾ സാഹചര്യവശാൽ നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയിൽ നിന്നും ആദ്യം കിട്ടുന്ന അത്രയും സ്നേഹം പിന്നീട് അങ്ങോട്ട് കിട്ടാതെ വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ ഒരു വ്യക്തി എന്തുകൊണ്ടാണ് ഇങ്ങനെ, ആളെ വിശ്വസിക്കാൻ പറ്റുമോ, അങ്ങനെ ഒരു ചെറിയൊരു ടെൻഷനൊക്കെ നിങ്ങൾക്ക് വന്നിട്ടുണ്ട്. കാരണം പലപ്പോഴും നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടിക്കൊണ്ടിരുന്നതാണ് ഈ ഒരു വ്യക്തിയിൽ നിന്നും. പെട്ടെന്ന് അത് കിട്ടാതെ വരുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു വിഷമമുണ്ട്. കാരണം ആ വ്യക്തിയാണെങ്കിലോ എല്ലാം ഇപ്പോൾ കൺട്രോൾ ചെയ്ത്, സ്നേഹമുണ്ട് പക്ഷെ ആൾ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് പലപ്പോഴും നിങ്ങളുടെ അടുത്ത് അത് ഇപ്പോൾ കാണിക്കാത്തതായിട്ടാണ് കാണുന്നത്. കാരണം എന്ന് വെച്ചാൽ ആളിപ്പോൾ സ്റ്റക്കാണ്, ആളുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. എന്തൊക്കെയോ രീതിയിൽ ആൾക്ക് പൈസയുടെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും സ്ട്രെസ്സൊക്കെ വന്നതുകൊണ്ട് തന്നെ ആൾക്കിപ്പോൾ ഒരു തീരുമാനം, പഴയ സ്നേഹം പുറത്തെടുക്കാൻ പറ്റുന്നില്ല. പഴയതുപോലെ നിങ്ങളോട് സംസാരിക്കുന്ന കാര്യത്തിലായാലും സ്നേഹം പ്രകടിപ്പിക്കുന്ന കാര്യത്തിലായാലും എന്തിനേതിനും അതിൻ്റേതായ ചില നേരത്തെ ആൾ ഒരു മെസ്സേജ് പോലും അയക്കുന്നുണ്ടാവില്ല. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളടുത്ത് സംസാരിക്കുന്നത് തന്നെ ഉണ്ടെങ്കിൽ തന്നെ ആൾ ആ പഴയ പോലെ ആയിരിക്കില്ല. ഒരുപാട് വ്യത്യാസം നിങ്ങളുടെ വ്യക്തിയിൽ കാണുന്നുണ്ടാകാം നിങ്ങൾക്ക്. പക്ഷേ നിങ്ങളടുത്ത് ഒരിക്കലും ഈ ഒരു വ്യക്തിക്ക് സ്നേഹം കുറഞ്ഞിട്ടില്ല കേട്ടോ, കൂടിയതല്ലാതെ കുറഞ്ഞിട്ടില്ല. ഇവിടെ കണ്ടോ, കിങ് ഓഫ് കപ്സ് ആണ്. ആളുടെ ഉള്ളിൽ അതൊക്കെ കൺട്രോൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഈ ഒരു സമയത്ത്. തീർച്ചയായിട്ടും ആളുടെ മെസ്സേജ് വരും കേട്ടോ. നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഈ വ്യക്തിയുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ആൾ നിങ്ങളിലേക്ക് വരുന്നത്. കാരണം ആൾക്ക് നിങ്ങളില്ലാതെ പറ്റില്ല, നിങ്ങളെ വിട്ടു പിരിയാനൊന്നും കുറേ നാളൊന്നും ഈ വ്യക്തിക്ക് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എന്ത് പ്രശ്നം ഇതിനകത്തുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്കുള്ളതാണ്. ആൾ നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും എന്നാണ് കാണുന്നത്. ജഡ്ജ്മെൻ്റാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ആൾ ഒരുപാട് കാര്യം മനസ്സിലാക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ആൾക്ക് നിങ്ങളാണ് വലുത്. അപ്പോൾ നിങ്ങളിൽ നിന്ന് വിട്ടു പോകുമ്പോഴാണ് ഈ സ്നേഹത്തിൻ്റെ വില കൂടുന്നത്. അപ്പോൾ അവിടെ നിങ്ങളെ ആൾ ഒരുപാട് തിരിച്ചറിയാൻ ശ്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്ത് സാഹചര്യത്തിലാണ് നിങ്ങളുടെ വ്യക്തി പോയതെങ്കിൽ ആ ഒരു സാഹചര്യത്തിൽ നിന്നും ആൾ ഒഴിഞ്ഞു മാറി നിങ്ങളിലേക്ക് തന്നെ തിരികെ വരുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ നിലപാടെന്ന് പറയുന്നത് ആളുടെ സാഹചര്യത്തിൽ ഇത് കണ്ടോ, എസ് ഓ കപ്സിൻ്റെ എനർജിയാണ്. നിങ്ങളോട് അത്രയധികം ആൾക്ക് ഇഷ്ടമുണ്ട്. അപ്പോൾ ആളുടെ സാഹചര്യം കൊണ്ട് ആൾ വിട്ടുമാറിപ്പോയതാണ്. നിങ്ങളോട് ഒരിക്കലും ഈ ഒരു വ്യക്തിക്ക് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല, എന്തൊക്കെയോ ചില സാഹചര്യത്തിൽ നിങ്ങൾക്കിടയിൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാം, ചില സാഹചര്യം കുറച്ച് ശതമാനം പേർക്ക് കേട്ടോ, എല്ലാവർക്കും ഉള്ളതല്ല, ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അവരുടെ ഫാമിലി പ്രശ്നം ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇഷ്യൂസിൻ്റെത് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടും ഈ വ്യക്തി ഒഴിഞ്ഞു മാറി നിൽക്കുന്നതും ആവാം. കുറച്ച് ശതമാനം പേർക്ക് ഇതൊരു ടവർ, അതായത് ഒരു തകർന്ന ഒരു സിറ്റുവേഷനായിട്ട് കാണാം. ഈ ബന്ധത്തിൽ എന്തൊക്കെയോ ഒരു വിള്ളലുകൾ സംഭവിച്ചതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. കുറച്ച് ശതമാനം പേർക്ക് അങ്ങനെ കാണുന്നുണ്ട്. പേജ് ഓഫ് വാൺസ് ആണ്. തീർച്ചയായിട്ടും ആ വ്യക്തി ഇതിനൊരു പുതിയൊരു തുടക്കം ആഗ്രഹിക്കേണ്ട ആൾ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം നിങ്ങളുടെ വ്യക്തി എടുത്തതായിട്ട് കാണുന്നുണ്ട്. കുറച്ച് പേർക്ക് നല്ല രീതിയിൽ പോയിരുന്ന ഈ ഒരു കണക്ഷനിൽ ഒരു ബ്ലാക്ക് മാജിക്കൽ നടന്നതായിട്ടാണ് കൂടുതൽ പേർക്കും ഇത് കാണുന്നത്. അങ്ങനെയാണ് കേട്ടോ. നൈൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ മനസ്സ് മാറും എന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും അവരുടെ ഇപ്പം എന്ത് ബ്ലാക്ക് മാജിക്കൽ നടന്നാലോ അതിൻ്റെ അഭാവം കുറയും. ഈ വ്യക്തിയുടെ മനസ്സൊക്കെ മാറി നിങ്ങളിലേക്ക് തന്നെ തിരികെ എത്തും. ഇപ്പോൾ കുറച്ച് ഈഗോ ഉള്ള വ്യക്തിയാണ്, കുറച്ച് കടുംപിടുത്ത സ്വഭാവമൊക്കെ ഉണ്ട്, ദേഷ്യമുള്ള വ്യക്തിയാണ് നിങ്ങളുടെ വ്യക്തി. പക്ഷെ എന്നിരുന്നാലും ആളുടെ മനസ്സിനൊക്കെ ഒരുപാട് മാറ്റം വരും. പഴയ നിങ്ങളുടെ വ്യക്തിയായിട്ട് തന്നെ മാറും. അപ്പോൾ ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് വിശ്വസിക്കാം. കാരണം ആൾ ജെന്യൂനാണ്. ആളുടെ സാഹചര്യം കൊണ്ട് മാത്രമാണ് ആൾ മാറിപ്പോയത്. ഒരിക്കലും നിങ്ങളെ ഉപേക്ഷിക്കണം എന്ന് വിചാരിച്ചിട്ട് മാറിപ്പോയൊരു വ്യക്തിയല്ല. സാഹചര്യവശാൽ മാറേണ്ട ഒരു അവസ്ഥ വന്നതുകൊണ്ട് മാത്രം മാറിപ്പോയൊരു
സിറ്റുവേഷനായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഇതോർത്ത് വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് കൂടുതലായിട്ട് ഈ വ്യക്തിയെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുത്ത് നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. നമുക്ക് കുറച്ച് ക്ലൂസ് എടുത്തു നോക്കി ഇത് ആർക്കൊക്കെ കണക്റ്റ് ആവുമെന്ന് അറിയാനായിട്ട്. ഗൾഫ് രാജ്യം, ലോങ് ഹെയർ, ലെറ്റർ വൈ ആണ്, കോട്ടയം, കണ്ണിന് പ്രത്യേക ഭംഗിയുള്ളവരായിരിക്കാം, ബ്ലാക്ക് കളർ, ലെറ്റർ ഡി ആണ് വന്നിരിക്കുന്നത്, സോഷ്യൽ വർക്കർ ആയിരിക്കാം, ബ്ലൂ ബട്ടർഫ്ലൈസിനെ നിങ്ങൾ കാണുന്നുണ്ടാകാം ഈ ഒരു സമയത്ത്, ജെ ആണ് വന്നിരിക്കുന്നത്, ലെറ്റർ ജെ, എബ്രോഡ്, വൈറ്റ് ബട്ടർഫ്ലൈസിനെ നിങ്ങൾ കാണുന്നുണ്ടാകാം, ഉത്രം നക്ഷത്രം, ലെറ്റർ എച്ച് ആണ് വന്നിരിക്കുന്നത്, മാർച്ച് മാസം കേട്ടോ, സോറി, ഓഗസ്റ്റ് 24, ഉത്രാടം 14, ബ്യൂട്ടീഷ്യൻ 11 നിങ്ങൾ കാണുന്നുണ്ടാകാം, എക്സ് ആണ് വന്നിരിക്കുന്നത്, W എന്ന് കിട്ടിയിട്ടുണ്ട്, 27, സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവരായിരിക്കാം, ഭരണി നക്ഷത്രം, കാർത്തിക, ലെറ്റർ പി ആണ് വന്നിരിക്കുന്നത്, ക്യൂ, ലെറ്റർ ക്യൂ, ഒക്ടോബർ, തൃക്കേട്ട, ഗ്രീൻ കളർ, ലെറ്റർ ജി ആണ് വന്നിരിക്കുന്നത്, ലെറ്റർ വി ആണ് വന്നിരിക്കുന്നത്, വി, സെപ്റ്റംബർ മാസം, തിരുവാതിര, അനിഴം, 18, ലെറ്റർ എം ആണ് വന്നിരിക്കുന്നത്, എസ്, ലെറ്റർ എസ്, 17, 47, 42, 40, 30, 38, 19, 46, 35, 50, 45, 12 ഇതൊക്കെയാണ് നമുക്ക് ക്ലോസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പുതിയൊരു റീഡിങ്ങിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യൂ. താങ്ക്